കുറെ നേരമായാലേ നോട്ടം തുടങ്ങിയിട്ട്. എന്താ നിന്റെ ഉദ്ദേശം? നീ എന്താ ഇതിനു മുമ്പ് എന്നെ കണ്ടില്ലേ? നിന്റെ ഷോഫ് കണ്ടൊന്ന് നോക്കിയതാ. എനിക്കൊരു വിചാരം നിനക്ക് മാത്രമേ കാര്യമുള്ളൂ എന്ന്. അതങ്ങനെയല്ല, എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അതെ, ഞാൻ ജിമ്മിൽ പോയി അന്തസ്സായിട്ട് നയിച്ചിട്ടാണ് ഈ മസിലൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിത് 4 പേരെ കാണിക്കുകയും ചെയ്യും. അതിന് നിനക്കെന്താ? നിനക്കത്ര ഇതുണ്ടെങ്കിൽ നിന്റെയും കാണിക്ക്. എന്നാ വാടാ, നമുക്കൊരു കൈ നോക്കാം. നീയോ അതോ ഞാനോ? നിർത്തിക്കോണേ രണ്ടുപേരും. കുറെ നേരെ തുടങ്ങിയിട്ട് ജിമ്മിൽ പോയി 2 ബസ്സിൽ കൂട്ടി കെട്ടിയെത്തിയിട്ട്. അതിന് ചിന്നേട്ടൻ എന്തത്ര പ്രശ്നം? ഞങ്ങളെ ബസ്സിലല്ലേ പഠിക്കുന്നത്. നിങ്ങളെങ്ങോട്ട് എന്തിനാ പറഞ്ഞോട്ടെ? എന്നിട്ട് നിങ്ങളെന്താ ചെയ്യുന്നേ? ആർമിയുടെ ശ്രദ്ധ പിടിച്ചിട്ടാണല്ലോ ഇതൊക്കെ. അതിന് ചിന്നേട്ടൻ അത്ര പ്രശ്നം? എനിക്ക് പ്രശ്നമുണ്ട്. ഇത്രയും സൗന്ദര്യം എൻ്റെ മുമ്പ് വെച്ച് ഇങ്ങനെ ബോഡി ഷോ നടത്തുമ്പോൾ നിങ്ങളെ കണ്ടോ എൻ്റെ കഴിവെന്താന്ന് ഞാൻ കാണിച്ചു തരാൻ പോവാ. ആർമീസ് മൊത്തം മനസ്സിലാക്കും ഞാൻ ആരാണെന്ന്. അല്ല, ജിന്നേട്ടൻ എന്തിനാ ഇവിടെ കയറി വന്നേ? ഈ സ്റ്റോറിയിൽ എവിടെ ജിന്നേട്ടൻ? ഇതുവരെ ഇറങ്ങിയ എപ്പിസോഡിലൊന്നും നിങ്ങളില്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ? ഇതുവരെ ഇറങ്ങിയ എപ്പിസോഡിൽ ഇല്ലാന്നല്ലേ ഉള്ളൂ. ഇനി വരുന്നതിൽ ഉണ്ടാവില്ല എന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഏതായാലും ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ വന്നാലോ. മൂപ്പരൊക്കെ പോയി ഗൈസ്. ഹായ് ആർമിസേ, ഞാൻ വിഹാൻ. ഞാൻ നിങ്ങളെ സ്വന്തം ആരവ്. ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാനിപ്പോൾ അവിടെ വന്നേ. ഹലോ ഗൈസ്, ഐ എം നോഹ. എടന്ന് ഇറങ്ങി പോണ്ടോ? ഒരു കാര്യം പറയാൻ നിൽക്കുമ്പോഴാ അവൻ്റെ ഒരു ഇത് നിങ്ങളെ കുത്തകയൊന്നുമല്ലല്ലോ, ഇതെല്ലാവർക്കും ഉള്ളതല്ലേ? ഓക്കെ. ഹലോ ആർമിസേ, അപ്പൊ ഞങ്ങൾ വേറെ ഒന്നല്ല ഇവിടെ വരാൻ കാരണം നമ്മുടെ എഡിറ്റർ കുറച്ച് സങ്കടത്തിലാണ്. വേറെ ഒന്നല്ല, നമ്മുടെ വീഡിയോക്ക് വേണ്ടത്ര സപ്പോർട്ട് കിട്ടുന്നില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലോ അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാലോ കമൻറ്റ് ചെയ്താലോ പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടാവില്ല. വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ഇടുകയും ചെയ്യണം. എന്നാലേ അതിനനുസരിച്ച് വീഡിയോയിൽ വല്ല മാറ്റം വരുത്തണമെങ്കിൽ അത് സാധിക്കുള്ളൂ. ഹായ് ആർമിസേ. ഐഷ്, എന്ത് കോലാണിത് ചിന്നേട്ടാ? നിനക്കിത് എന്താ പറ്റി? നിങ്ങൾക്ക് ബോഡി ഷോ എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാനൊന്ന് അണിഞ്ഞൊരുങ്ങിയതിന്റെ കുഴപ്പം. മാത്രല്ലടാ, ഞങ്ങളും ഉണ്ട്. എന്റെ പൊന്നെ, ഒരു രക്ഷയില്ല. അപ്പൊ ഞങ്ങളോടാ അഴകിയ ലൈല ലലലല, ഇവളുടെ സ്മൈല ലലലല, അഴകാപ്പൂവിൻ കവിളോരം. ഓ ഓ, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഓ സിയാനെ, നീയും നിന്നിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതെന്താടാ, എൻ്റെ സൗന്ദര്യം കൊണ്ടാണോ? ഓഹ്, എനിക്ക് വയ്യ. ഹലോ ഗൈസ്, ഇവിടെയുള്ള എല്ലാവർക്കും വട്ടായെന്ന് തോന്നുന്നു. ഇവരൊക്കെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ ടൈമായിന്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിലെ കുറച്ച് ഡയലോഗൊക്കെ പോയായിരുന്നു. അപ്പോൾ ആ എപ്പിസോഡും കൂടി ഇതിൽ കൂട്ടി ഞങ്ങളുണ്ട്. അപ്പോൾ ഓക്കെ, ബായ്. നമുക്ക് സ്റ്റോറിയിൽ കാണാം. ഹലോ ആർമിസേ, എങ്ങനെയുണ്ട് പുതിയ ലുക്ക്? അപ്പൊ ഓക്കെ, ബായ്. ദൈവമേ, ഇവിടെ ബുദ്ധിയില്ല എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ബേബി, നീ എവിടെ പോയി കിടക്കായിരുന്നു? നിന്നെ ഞാൻ എവിടെയെല്ലാം നോക്കി.
സ്വീറ്റ് ഹാർട്ട്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഹോ വിഹാൻ, അപ്പോ ഇന്നത്തെ പ്ലാൻ എന്താ? ആസ് യൂഷ്വൽ. ഹോ ഓക്കെ, ഞാൻ നിന്നെ നൈറ്റ് വെയിറ്റ് ചെയ്യാം. പക്ഷേ വരാന്ന് പറഞ്ഞെന്നെ പറ്റിച്ചേക്കരുത്. ഹേ ബേബി, ഇന്നേ വരെ ഞാൻ വരാന്ന് പറഞ്ഞിട്ട് വരാതെ നിന്നിട്ടുണ്ടോ? അതില്ല, എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. ഇത് എൻ്റെയും കൂടി ആവശ്യമല്ലേ, അതുകൊണ്ട് ഞാൻ ഏതായാലും എത്തും. ഇപ്പോൾ നീ പോയിക്കോ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഓക്കെ ബൈ. ഓഹോ കാതൽ കവിയ നീ എന്നരുകിൽ വന്നാലേ ഉലകം ഏനിരുളുது பகலிரவாய் மாறுது வளைவினில் எல்லாம் வளைந்து தொலைந்து போவேன் நீயே வெண்பனியேடி சுவையும் நீ மெது மெதுவாக பயணங்கள் போல தொடங்கிடவா உன் காதினோரம் நான் அறிவேன் காதல் கவிதை துடுப்பாக மாறுவேன் உன் கரையை தாண்டுவேன் ஒரு வேதியியல் மாற்றம் உன்னை கண்டால் ஏதோ நடக்கிறதே உன் இடையில் ஊர்வலம் சென்ற என் உறவுகள் ஏதோ துடிக்கிறதே காதல் என் கவிதை நீ என் அருகில் வந்தாலே உலகம் நெருளுது இரவாய் மாறுது வினில் எல்லாம் வளைந்து தொலைந்து போவேன் നീ എന്തൊക്കെയാടാ ചിന്തിച്ചു കൂട്ടുന്നത്? അയ്യോ കണ്ട് ഈ ആ നോട്ടത്തിൽ എന്തോ പതിവുണ്ട്. എന്തായാലും ചെല്ല, ബി കോൺഫിഡൻസ്. ഹായ് റയാൻ, ഇപ്പെത്തി. സുഖം എനിക്ക്. ഓ നോഹ, ഇന്നും ലേറ്റു. നിനക്കൊന്നും കൃത്യനിഷ്ഠത എന്ന സാധനമില്ലേ? ലേറ്റായി വന്നോണ്ട് തന്നെ എന്നെ കൂടുതൽ നേരം കാണാൻ നിനക്ക് കിട്ടിയല്ലോ. യു ഷുഡ് താങ്ക് മീ. ഐഷ്, ഇതെന്ത് ലോജിക്കാണ്? You know, when you dance, I can't take my eyes off you. You know, my eyes are very naughty. They always searching you. Noha, stop it, such things. ഓ, നിന്റെ ഹാർട്ട് ബീറ്റ് നല്ല ഫാസ്റ്റാണല്ലോ. എനിക്ക് ഈ മ്യൂസിക് പോലും കേൾക്കാൻ കഴിയുന്നില്ല. എന്തതിന് കാരണം ഞാനാണ്? പറയാൻ ഞാനാണ്. നോഹാ, സ്റ്റോപ്പ് ഇറ്റ്. Hey, relax, relax. I just warming you up. Real practice is started now. നിർത്തിക്കോ നിന്റെ ഈ ഫ്ലൈറ്റിന്. ഇതെങ്ങാനും അവന്മാരറിഞ്ഞ എന്താവുമെന്ന് എനിക്കറിയാലോ. പിന്നെ നിന്റെ കാര്യത്തിലൊന്ന് തീരുമാനമായി കിട്ടും. എന്നാ വേഗം പോയി പറയാൻ. ഈ കാര്യത്തിലൊരു തീരുമാനമാവുമല്ലോ. എനിക്കും അത് തന്നെയാണ് വേണ്ടത്. ഓക്കെ, ഇപ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചു.
ഇനി ഇത് ആവർത്തിക്കരുത്. ഇനി ആവർത്തിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കും. എന്തേ മോൻ പറഞ്ഞു കൊടുക്കുന്നില്ലേ? എനിക്കറിയാം നീ പറയില്ല എന്ന്. നോഹ, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്നോട്. അടുത്ത ആഴ്ചയാണ് കോമ്പറ്റീഷൻ വരുന്നത്. ഈ കോളേജിന് ഞാനൊരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അത് നീയായിട്ട് ഇല്ലാതാക്കാൻ നിൽക്കരുത്. കോളേജിന് മാത്രമുള്ളൂ, എനിക്കായിട്ടൊരു പ്രതീക്ഷയില്ലേ? എന്താ നീ പറഞ്ഞേ? ഏയ് ഒന്നുമില്ല. എന്നെ പോലെ കഴിവും ടാലന്റും ഉള്ള ഒരാളുണ്ടാകുമ്പോൾ കപ്പ് നമ്മൾ തീർച്ചയായിട്ടും അടിക്കും. ഞാനല്ലേ കളിക്കുന്നത് നിന്റെ ഒപ്പം. പിന്നെ നല്ല കഴിവുള്ള ഒരാള്. എന്റെ കഴിവ് എന്താന്ന് കളിക്കാൻ നീ സമ്മതിക്കാട്ടല്ലേ? അല്ലെങ്കിൽ ഞാൻ എന്തേ കളിച്ചത്? എന്റെ കഴിവ് എന്താണ്? അത് വിട്, നമുക്കിപ്പോ പ്രാക്ടീസ് ചെയ്യാം. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. എത്ര നാൾക്ക് ശേഷം ഞാൻ അവനെ കാണുന്നത്. പക്ഷേ അവന് എന്നെ മനസ്സിലായത് പോലുമില്ല. മനസ്സിലാവുമായിരിക്കും. അവന്റെ കണ്ണുകളുടെ തിളക്കം ഇപ്പോഴുമുണ്ട്. എന്നാൽ അവൻ എന്തോ മറയ്ക്കുന്ന മാതിരി. പണത്തിന്റെ അഹങ്കാരം ഒട്ടുമില്ല. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാൽ അവന്റെ പേരിടാം. ഇത്രയും പെട്ടെന്ന് ഒരു മനുഷ്യന് ഇങ്ങനെ മാറാൻ കഴിയോ? അവന്മാര് പറഞ്ഞപ്പോ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇത് അതൊക്കെ മേലായിപ്പോയി. അവന്റെ കൂടെ പഠിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ ആശ്വസിച്ചു. ഇപ്പൊ ഞാൻ അവന്റെ കണ്ണിലക്കാരായിട്ടാവേണ്ടി വന്നു. ഏതായാലും ടൈമുണ്ടല്ലോ. ഞാൻ അവനെ പണ്ടത്തെ പോലെ മാറ്റിയെടുക്കും. ഹലോ, പറയൂ. അയ്യോ, ഞാൻ എന്തിനാ വിളിച്ചെന്ന് മുന്നാരം മോനക്ക് മനസ്സിലായില്ല. 2 മാസത്തെ കുടിശ്ശിക നീ തരാനുള്ളത്, അത് തന്നു തീർത്തില്ലെങ്കിൽ. ചേച്ചി, അതിപ്പോ ഞാൻ കുറച്ച് ടൈറ്റിലാ. ഏതായാലും ഞാൻ 2 ദിവസത്തിനുള്ളിൽ അടിച്ചു തീർക്കാം. ഞാനത് സത്രാക്കിയതൊന്നല്ല, വാടകയ്ക്കാണ് വിൽക്കുന്നത്. ചേച്ചിക്ക് എന്റെ അവസ്ഥ അറിയാലോ. ഞാൻ പഠിക്കുന്നതിന്റെ ഇടയിൽ കൂടെയാണ് ഈ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്താണ്ട് വീടിന്റെ വാടകയും കൊടുക്കുന്നത്. ഞാൻ ഏതായാലും 2 ദിവസത്തിനുള്ളിൽ അടയ്ക്കാൻ പറ്റും നോക്കാം. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കെന്റെ പൈസ കിട്ടിയാൽ മതി. അല്ലെങ്കിൽ നീ ഇറങ്ങിക്കോ. വേറെ ആൾക്കാരുണ്ട് ആ വീടിനായിട്ട്. കുറെ പേര് എന്നോട് ചോദിക്കലുണ്ട്. ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ 2 ദിവസത്തെ ടൈം ഏരി. അതിന്റെ ഉള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും 1 മാസത്തെ വാടക അടച്ചു തീർക്കാം. അപ്പൊ ബാക്കിയുള്ളത് എപ്പ അടച്ചു തീർക്കും? അത് ചേച്ചി, എനിക്ക് കുറച്ച് ടൈം വേണമായിരുന്നു. 2 ദിവസത്തെ ടൈം ഉണ്ട് എനിക്ക്. അതിനുള്ളിൽ അടച്ചു തീർക്കണം. അല്ലെങ്കിൽ ഞാൻ വീട് വേറെ ആർക്കെങ്കിലും കൊടുക്കും. അവരാകുമ്പോ എനിക്ക് വാടക തരുമല്ലോ. ചേച്ചി ഇങ്ങനെ മനുഷ്യപ്പറ്റില്ലാത്ത രീതിയിൽ പെരുമാറില്ലേ? എനിക്ക് ഇത്രയൊക്കെ മനുഷ്യപ്പറ്റില്ലടാ. ഏതായാലും ഞാൻ പറഞ്ഞ പണിക്ക് നിനക്ക് പറ്റില്ലല്ലോ. ഇപ്പൊ 2 ദിവസത്തിലുള്ള വാടക അടയ്ക്കാനുള്ള അടച്ചു തീർത്തിട്ടുണ്ടെങ്കിൽ നിനക്കവിടെ വീണ്ടും തുടരാം. അല്ലെങ്കിൽ അത് വേറെ ആൾക്ക് ഞാൻ കൊടുക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യാ? അവന്മാരോട് പറയണോ? ഏയ് വേണ്ട, അത് അവന്മാർക്കൊരു ശല്യവും. Oh, Rehan, I'm here. I'm also so excited for this night. Excuse me. What can you help you, sir? Fill the glass. Okay, sir. Gee, what's that? Oh, I'm sorry, sir. ഞാൻ അറിയാതെ. Excuse me, sir. ഇവിടെ എന്താണ് പ്രശ്നം?
ഇവൻ തൻ്റെ ഒരു സ്റ്റാഫല്ലേ? ഇങ്ങനെയാണോ ഒരു കസ്റ്റമറിനോട് ബിഹേവ് ചെയ്യേണ്ടത്? സോറി സാർ, ഇവന്റെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കാം. താനല്ല, അവൻ പറയണം. എൻ്റെ കാല് പിടിച്ച് പറയണം. ഓക്കെ സാർ, അവൻ ചെയ്യും. ഏഹാൻ, സാറിന്റെ കാൽ വേണം സോറി പറയാൻ. ഇവന്റെ കാലിലോ? അതും ഞാനോ? നെവർ. ഈ ജോലി പോയാലും പോട്ടേന്ന് വിളിക്കും ഞാൻ. ഇവന്റെ കാലിൽ ഞാൻ പിടിച്ച് സോറി ഒന്നും പറയില്ല. കണ്ടില്ലടോ അവന്റെ ഒരു അഹങ്കാരം. നക്കുപ്പിന് ഗതിയില്ല, എന്നാലും അഹങ്കാരത്തിനൊരു കമ്മിയില്ല. നീ താൻ തീരുമാനിക്കേ ഞാനവിടെ വെക്കണോ വേണ്ടേ എന്ന്. താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവന് ചെയ്യാൻ വയ്യ. കടല് പോകുന്ന പൂക്ക്. ലിസ വാ, നമുക്ക് പോവാം. ഇന്നൊരു മൂടില്ല. ഇവനെ കൊണ്ട് തോറ്റു. ഹലോ മൈ ഡിയർ എനിമി. പണ്ടുള്ളവർ പറയാറുണ്ട് കളിക്കുമ്പോൾ തരം നോക്കി കളിക്കണമെന്ന്. അത് എനിക്ക് നിന്നോടും പറയാനുള്ളൂ. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ എന്നോട് കളിക്കാൻ നിൽക്കണ്ടെന്ന്. ഈ ആരവ് കളി തുടങ്ങിയിട്ടുള്ള മോനെ. ആരവ് മേനോനെ, ഞാൻ നിന്നിൽ നിന്ന് കുറച്ചുകൂടി വലിയ പണിയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇപ്പൊ ഇതൊരു LKG കുട്ടികളെ പണിയായി പോയിട്ടോ. നീ എന്തായത് ഈ പണി പോയതിട്ട് ഞാൻ നിന്റെ മുമ്പിൽ മുട്ടുകുത്തി വീഴുന്നോ? അതിന് വേറെ ജനിക്കണം. പിന്നെ ഇതിനുള്ള പണി ഞാൻ നിനക്ക് വേറെ തരുന്നുണ്ട്. നിന്നെ നന്നാക്കാനുള്ള ഡ്യൂട്ടി അതെനിക്കാണ്. അത് ഞാൻ കൃത്യമായി ചെയ്തോളാം. ഇതാരോമേനോന്റെ സാമ്പിൾ പഠിക്കട്ട. ഒറിജിനൽ വരാൻ പോകുന്നേ ഉള്ളൂ. ഇത്രയും കാലം എനിക്ക് വെറും 100 ക്യാമ്പസ്. ഇപ്പോൾ എനിക്ക് പറ്റിയ ഒരു എനിമീനെ തന്നെ കിട്ടി. ആ സ്ഥാനം നിലനിർത്താൻ ഞാൻ ശ്രമിച്ചോളാം. വെരി ഗുഡ്. ബട്ട് എനിക്കൊരു സ്വഭാവമുണ്ട്. ആരെങ്കിലും എനിമയൊക്കെ എടുത്താൽ അവൻ്റെ അടിവേരാക്കും. നഷ്ടപ്പെടാൻ നിനക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് ഞാനല്ലാതെ മറ്റാരുമില്ല. എന്താണ് പ്രശ്നം? കുറെ നേരം തുടങ്ങിയിട്ട് മനുഷ്യനെ സൂര്യൻ തരില്ല. ഈ പന്നീനെ കൊല്ലും. മര്യാദക്ക് തരാൻ പറഞ്ഞോളൂ എന്റെ സാധനം. ആഹാ, അത് ഞാടത്ത് നീ കണ്ട. നീ അല്ലാതെ വേറെ ആരും അത് ചെയ്യില്ല. എടാ നോഹ, നീ എന്താ എടുത്തതെന്ന് വെച്ചാൽ അവനെ തിരിച്ചു കൊടുത്തു. നീ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാനൊന്നും എടുത്തിട്ടില്ല. എനിക്കെന്നെ ഇഷ്ടം പോലെ ഉണ്ടാകുമ്പോൾ എന്തിനൊക്കെ അവൻ്റെത്? നോഹ, സത്യം പറ, നീ എടുത്തിട്ടില്ലേ? മര്യാദക്ക് പറഞ്ഞു. അതിനെ ദേഷ്യം പിടിപ്പിക്കരുത്. എനിക്ക് നാളെ എക്സാം ഉള്ളതാടാ. നീ അവൻ്റെ അടുത്ത് നിന്ന് ഏത് ബുക്ക് എടുത്താണെന്ന് വെച്ചാൽ അത് തിരിച്ചു കൊടുത്തലാ. അതിനവൻ ചോദിക്കുന്നതും ബുക്കല്ല പിന്നെന്താ? അവന്റെ ഷെഡിയാ? അതെ ജമിനേട്ടാ, എന്റെ മഞ്ഞ ജോബ് പുള്ളിയിലെ ഷെഡി. അതെന്റെ ലക്കിയ. അതില്ലെങ്കിൽ ഞാൻ പരീക്ഷയെ പൊട്ടും ഉറപ്പാ. എനിക്കത് വേണം, കിട്ടിയേ പറ്റൂ. പിന്നെ നീ അത് വെച്ചിട്ടാണല്ലോ എക്സാം ചെയ്താൻ പോണേ. ഇതൊക്കെ കോളേജിൽ പോവാതെ കാരണല്ല അവന്റെ അടവാണ് ചായ. അതൊന്നും വിശ്വസിക്കരുത്. മടി നിനക്കാടാ. മര്യാദയ്ക്ക് എനിക്ക് തരിക നല്ലത്, അല്ലെങ്കിൽ ഞാൻ കൊണ്ട് കേസ് കൊടുക്കും. ജഡ്ഡിക്കള നിന്റെ ഓന്. വെയിറ്റ്, സാധനത്തിന്റെ കളർ ഏതാന്ന് പറഞ്ഞേ? ഐശ്വര്യത്തിന്റെ നിറമായ മഞ്ഞമേ ചുവന്ന പുള്ളികളുള്ള ഷെഡ്. ഇങ്ങനെ തെങ്ങാട്ടാ പോന്നെ. ഇന്നാ ഇതെടുത്തോ. ഇതെന്താണ്? ഇതെന്റെതാ. നീ വേണമെങ്കിൽ നാളത്തേക്ക് ഇതെടുത്തോ. ഇതോ? നാളത്തേക്ക് ഇതിട്ടോ. എന്നിട്ട് പോയി എക്സാം ചെയ്താൽ നോക്ക്. നിലയ്ക്ക് കളർ കിട്ടിയില്ല എന്ന് പറയണ്ട. പിന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെ ഉപയോഗിക്കണം. കേട് വരുത്തരുത്. ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കുന്ന സാധനം. ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ് അതിലെ. നീ തന്നെ കേട്ടോ. നാളെ എക്സാം വിളിക്ക്. എനിക്കൊന്നും വേണ്ട. കണ്ടാലും മതി ഇതിന്റെ കോലം. എന്തതിന് കുഴപ്പം? കുറച്ച് പഴകിയതായാലും സെയിം കളറല്ലേ? കുറച്ചാണോ പഴകിയത്? ഇത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ജീവിച്ചിരുന്നവർ യൂസ് ചെയ്തതാണല്ലോ.
ഇത് വല്ല മ്യൂസിയത്തിൽ നിന്ന് അടിച്ചു പറ്റിയാണോ? ഞാൻ മീൻ പിടിക്കാനുള്ള വല കാണാതായി എന്നല്ല പറഞ്ഞേ. എന്തതിനോട്ടും ആകെ 1-2 ഓട്ടുണ്ട്, അത്രയല്ലേ ഉള്ളൂ. 1-2 ഓട്ടേ ഇതിലോ? എനിക്ക് എൻ്റെ തന്നെ കിട്ടിയാൽ മതി. അതേതായാലും ഇപ്പൊ കിട്ടത്തില്ല. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? അത് ഞാൻ എപ്പോഴത്തേക്കാണ്? അത്രയ്ക്ക് നിർബന്ധമാണ് ഞാൻ ഒരുത്തരാം. എന്താണ് നിനക്ക് ഇത്ര ഇത്? നിനക്ക് 1 മാസം വരെ അപ്പുറം ഇപ്പുറം മറിച്ചാണ്ട് ഒരേ സാധനം ഇട്ട് നടക്കാം. ഇത് ഞാൻ ഇന്ന് രാവിലെ ഇട്ടിട്ടുള്ള സാരില്ല, യൂസ് ചെയ്യാം. ഇതൊക്കെ ഇട്ട് പോകുന്നതിനാട്ടിലും ഭേദം ഞാൻ ഇടാതെ പോകുന്നേ.